മൈ വ്യൂസ് ബൈ ലക്ഷ്മിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളൊന്ന് പുറത്തു പോകാനായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പോപ്പി വളരെയധികം ഡിസ്റ്റർബിംഗ് ആയിട്ട് കാണുന്നത്. സാധാരണ രീതിക്ക് ഞങ്ങൾ പുറത്തു പോകാമെന്ന് കണ്ടു കഴിഞ്ഞാൽ ആളുടെ അഭ്യാസങ്ങളാണിതൊക്കെ. കരയും, കുറച്ചു നേരമൊക്കെ ഇങ്ങനെ വിഷമിക്കും. അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ ഇന്നത്തെ ദിവസം ഞങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ പറയട്ടെ, എൻ്റെ മുടി ഇരിക്കുന്ന കണ്ടോ? ഇന്ന് എൻ്റെ ആകെ വിഷമമായിട്ടുള്ളൊരു ദിവസമാണ്. കാരണം എല്ലാം കഴിഞ്ഞ് ഒരുങ്ങിയൊക്കെ ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ മുടി ആകെ ഒരു പശു നക്കിയ കോലത്തിരിക്കുന്നത്. എനിക്ക് ആകെ വിഷമമായി സത്യത്തിൽ. പിന്നെ ഞാൻ എന്താ പറയുക, പോകാനായിട്ട് ഒരുങ്ങി എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ ഭയങ്കര സുന്ദരിയാണ്, ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ് എന്നൊക്കെ ഞാൻ മനസ്സിനെ തന്നെ പഠിപ്പിക്കുന്നതാണ് ആ കാണുന്നത്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഇതിൽ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിപ്പം ഒരിടത്ത് പോകാനിരുന്നിട്ട് പിന്നെ നമ്മൾ ഈ മുടി ഇങ്ങനെയായി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങണതിൻ്റെ ആ ഒരു രസം കളയണ്ടല്ലോ. അപ്പോൾ അത് കുറച്ച് നേരമൊക്കെ ഞാൻ വിഷമിച്ചിരുന്നെങ്കിലും പിന്നെ ഞാൻ പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. അപ്പം ഞങ്ങൾ പോകാനായിട്ടിരിക്കുന്നത് വേറെ എവിടേക്കും അല്ല, നമ്മുടെ സ്വന്തം ഫോറം മാളിലേക്കാണ്. ശരിക്കും ഞങ്ങൾ ഫോറം മാളിൽ എന്ന് മുതൽ പോയി തുടങ്ങിയോ അന്ന് മുതൽ ഞങ്ങൾ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഫോറം മാൾ തന്നെയാണ് കേട്ടോ. അതിന് മുമ്പ് വരെ ഞങ്ങൾ സെൻട്രൽ സ്ക്വയർ മോളിലും അതുപോലെ തന്നെ ഒബ്രോൺ മോളിലൊക്കെ നന്നായിട്ട് പോകാറുണ്ടായിരുന്നു. പക്ഷേ ഫോറം മാളിൽ പോയത് പിന്നെ ഞങ്ങൾക്ക് എന്താണെന്നറിയില്ല, അവിടേക്കാണ് ഞങ്ങളിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നും ഞങ്ങൾ അങ്ങോട്ട് തന്നെ വിടാമെന്ന് വെച്ചു. സൺഡേ ആണ്, പ്രത്യേകിച്ച് പ്ലാനിങ്സ് ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ മോളിൽ പോകുന്നത് തന്നെയല്ലേ ഏറ്റവും ബെറ്റർ. പക്ഷെ പുറത്ത് പോയിന്നും ആവും. അപ്പം അങ്ങനെ പിന്നെ ഞാനെന്താ പോകുന്ന നേരത്ത് ഈ സാരിയൊക്കെ കൊടുത്തതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ രീതിക്ക് മോളിലേക്കൊക്കെ പോകുമ്പോൾ സാധാരണ ആളുകൾ ജീൻസും ടോപ്സോ അല്ലെങ്കിൽ ചുരിദാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലേ ഉപയോഗിക്കുക. ഞാൻ അതുകൊണ്ടൊന്നുമല്ല, ഞാൻ പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എവിടെ പോകാനാണെങ്കിലും കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത് സാരീസ് തന്നെയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടവും ഞാൻ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നതും സാരീസിൽ തന്നെയാണ്. എന്ന് വെച്ചിട്ട് ഞാൻ ജീൻസും ടോപ്പൊന്നും യൂസ് ചെയ്യില്ല അല്ലെങ്കിൽ ഡ്രസ്സൊന്നും യൂസ് ചെയ്യത്തില്ല എന്നൊന്നുമല്ല പറയുന്നത്, അതൊക്കെ യൂസ് ചെയ്യും. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ വാങ്ങാനും ഉപയോഗിക്കാനും ഇഷ്ടം സാരീസ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ പോയപ്പോഴും ഈ ഒരു സാരി ഇട്ടത്. ഇതിൻ്റെ പുതിയൊരു സാരിയും കൂടി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷോയാണ് കുറച്ചു നേരം കണ്ടത്. ഞങ്ങളങ്ങനെ ഒബ്രോ മോളിലേക്ക് എത്തി, ഫോറം മോളിലേക്ക് എത്തി. ഫോറം മോളിൽ ഒരു ഏകദേശം ഒരു 11:30-12 മണിയോട് കൂടിയാണ് ഞങ്ങളവിടെ എത്തിയത് കേട്ടോ. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്, ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു. സൺഡേ ആണെങ്കിൽ പോലും ഇപ്പം നമുക്ക് ലുലുവിനൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ കുറവെന്ന് തന്നെ പറയാം. എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങളങ്ങനെ ചുറ്റി ചുറ്റി നടക്കുകയാണ്. പിന്നെ ഇപ്രാവശ്യം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു എക്സിബിഷൻ അവിടെ ഉണ്ട്. ഈ ഡ്രസ്സും അതുപോലെ ആക്സസറീസിൻ്റെ ഒക്കെ സാരീസും എല്ലാം ഉണ്ട് കേട്ടോ. കുർത്തിയൊക്കെയുള്ള ഒരു ചെറിയൊരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു എക്സിബിഷൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞങ്ങൾ സാധാരണ രീതിക്ക് മോളിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം പോകുന്ന സ്ഥലം ഫുഡ് കോർട്ട്, അവിടേക്ക് തന്നെയാണ് പോയത്. ഈ പ്രാവശ്യം ഞങ്ങൾ KFC കഴിക്കേണ്ടെന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെ പഞ്ചാബ് ഗ്രില്ലിൽ കയറാമെന്ന് വിചാരിച്ചു. പഞ്ചാബ് ഗ്രില്ലിൽ നമ്മുടെ ഫുഡ് കോർട്ടിലുള്ള കേട്ടോ ഞാൻ പറയുന്നത്. അവിടെ വെച്ച് കുറേ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ കുറച്ച് ടെംപ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് സെല്ലറായിട്ടുള്ള താലി ഓർഡർ ചെയ്തു, നോൺ വെജ് താലി. അപ്പം നോൺ വെജ് താലിയാണ്. അപ്പം ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ബാംഗ്ലൂർ പോയ സമയത്ത് ഒരു താലി ഓർഡർ ചെയ്തപ്പോൾ അത് വെജ് താലി കൂടിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും കഴിച്ചിട്ട് മതിയായിപ്പോയി. അപ്പോൾ അത്രയും ഉണ്ടായിരുന്നു ക്വാണ്ടിറ്റി. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരെണ്ണം എടുത്തിട്ട് ഷെയർ ചെയ്യാമെന്നായത്. പക്ഷേ ക്വാണ്ടിറ്റി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആക്ച്വലി അത് ഒരാൾക്കാണ് കുറച്ചും കൂടി നന്നാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, എന്തൊക്കെയാണ് അതിനകത്ത് ഉണ്ടായിരുന്നതെന്ന് ഞാൻ പറയാം. പക്ഷെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അതിനകത്ത് ബട്ടർ ചിക്കനാണുള്ളത്, 2 ലെഗ് പീസ് ഉണ്ട്, അതുപോലെ തന്നെ ഗുലാബ് ജാമുൻ ഉണ്ട്, പിന്നെ ഒരു കടായി, പനീർ എന്നല്ല കടായി വെജാണ്, പനീറും ഒക്കെയുള്ള ഒരു കടായി വെജ് കറി ഉണ്ടായിരുന്നു. അതുപോലെ ദാൽ മഖ്നി ഉണ്ടായിരുന്നു, വൈറ്റ് റൈസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു നല്ല അടിപൊളി പിക്കിൾ ഉണ്ടായിരുന്നു. അത് ശരിക്കും ഈ വെജിറ്റബിൾസ് ഒക്കെ ഉള്ള പിക്കിളാട്ടോ. പിന്നെ റൊട്ടീസിൽ പറയാനാണെങ്കിൽ കുൽച്ച ഉണ്ടായിരുന്നു, നാൻ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ റൈത്തയും കൂടി ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു മീലാണ്. ഒരാൾക്ക് കഴിച്ചാൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കൂടുതലായിരിക്കും. പക്ഷേ 2 പേർക്ക് കഴിച്ചപ്പം ശരിക്കും കുറവായിട്ട് തന്നെയാട്ടോ ഫീൽ ചെയ്ത്. എന്നാലും നമ്മളിങ്ങനെ സമാധാനിക്കുകയാണ്. അതായത് നമ്മളിന്ന് കഴിക്കുന്ന അത്യാവശ്യം കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളതാണെന്നുള്ളൊരു രീതിയിലാണ് ഞങ്ങൾ കഴിച്ചു പോകുന്നത്. ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എല്ലാ കറീസും ഇഷ്ടമായി, പക്ഷേ ഏട്ടന് ഈ ദാൽ അത്ര ഇഷ്ടമായില്ല. എനിവേ, നന്നായിട്ടുള്ളൊരു ഫുഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ നടത്തം തുടങ്ങി. മാക്സിലോട്ടാണ് നേരെ വിട്ടത്. നേരെ ഞങ്ങൾ പോയിട്ട് കുറച്ച് ഹാൻഡ് ബാഗ്സ് ഒക്കെ നോക്കി. ഹാൻഡ് ബാഗ്സിൻ്റെ നല്ല കളക്ഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ അത്ര ഭയങ്കര അടിപൊളി കളക്ഷനൊന്നും ആയിരുന്നില്ല. ഈ പറഞ്ഞ പോലെ സ്ലിംഗ് ബാഗ്സും ഒക്കെയാണ് ഉണ്ടായിരുന്നത്.
ഇപ്പോൾ എനിക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വലിയൊരു ബാഗായിരുന്നു ആവശ്യമുള്ളത്. ഇപ്പോൾ പുറത്ത് വരുമ്പം എൻ്റെ കയ്യിലുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എന്തൊക്കെയോ ഇപ്പം അതിനോട് താല്പര്യമില്ല. പിന്നെ അവിടെ കുറേ ആക്സസറീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ കണ്ടോ 199 റുപ്പീസിന് ആ സ്റ്റഡും കിട്ടും, അതുപോലെ തന്നെ റിങ് ഐറ്റംസ് ഉണ്ട്. റിങ് അല്ലാത്തതും കുറേ ഉണ്ട് കേട്ടോ, ഹാങ്ങിങ് ടൈപ്പൊക്കെ കുറേ ഇയറിങ്സ് ഞാൻ അവിടെ കണ്ടു. നല്ല രസമുണ്ട്. പിന്നെ സാധാരണ ഞാൻ പോകാത്തൊരു ഏരിയ ആണ്, പെർഫ്യൂംസ് ഒന്നും ഞാൻ അത്ര അഡിക്റ്റഡ് ഒന്നും അല്ല. പക്ഷെ എന്തോ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ആ സ്പ്രേ ഒക്കെ ഒന്ന് അടിച്ച് നോക്കണം എന്ന് തോന്നി. അപ്പോൾ ടെസ്റ്റേഴ്സ് ഒക്കെ എടുത്തിട്ട് പിന്നെ അടിയായിരുന്നു. ഓരോന്നോരോന്നും ഞാനും സ്മെല്ല് ചെയ്യും, പിന്നെ ഹസ്ബൻഡിനും സ്മെല്ല് ചെയ്യാൻ കൊടുക്കും. അങ്ങനെ എല്ലാം ഇഷ്ടപ്പെടുന്നൊക്കെ ഉണ്ടായിരുന്നു. വാങ്ങണോ വേണ്ടയോ എന്ന് ഞങ്ങൾ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്നെങ്കിലും അവസാനം ഞങ്ങൾ വേണ്ടാന്ന് തന്നെ വെച്ചു. പക്ഷെ നല്ല ഫ്ലേവേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമായത് വിമൻ സെക്ഷനിലുള്ള ആ ഭാഗമായിരുന്നു. അപ്പോൾ ഏട്ടന് അതായിരുന്നു ബുദ്ധിമുട്ട്, മെന്നിൻ്റെ അല്ലല്ലോ എന്നുള്ളതായിരുന്നു. പക്ഷെ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി. നല്ല ഫ്രാഗ്രൻസ് ആയിരുന്നു കേട്ടോ, ഇഷ്ടപ്പെട്ടു. ചിലതൊക്കെ കുറച്ച് എന്താ പറയുക പഞ്ചൻ സ്മെല്ല് പോലെയൊക്കെ ആയിരുന്നു, എന്നാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. നല്ലൊരു കോമ്പിനേഷനൊക്കെയാണ്. അങ്ങ് 599 മറ്റോ ആണെന്ന് തോന്നുന്നു അതിൻ്റെ റേറ്റ് വരുന്നത്, എനിക്ക് ഓർക്കുന്നില്ല. എന്തോ ആ ഒരു റേഞ്ചിലാണ്, 499 അല്ലെങ്കിൽ 599 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ നിന്നൊക്കെ എസ്കലേറ്റർ വഴി ഇറങ്ങുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ സാരിയുടെ ഒരു ഫുൾ ഇതൊന്ന് കിട്ടണമെന്നുണ്ടായിരുന്നു. പോരുന്ന സമയത്ത് എനിക്കധികം പിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം കുറച്ച് ഹറിബറി ആയിപ്പോയി. എന്നാലും എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആൾ എടുത്തുകൊണ്ട് തരുന്നത്. അപ്പോൾ വീഡിയോയിൽ ആവുമ്പോൾ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഞങ്ങളങ്ങനെ ആ ഒരു എക്സിബിഷൻ ഞാൻ പറഞ്ഞില്ലേ, അവിടേക്ക് പോവാണ്. അവിടെ കുറേ കുർത്തീസൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല കുർത്തീസാട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികം കാണാത്ത ടൈപ്പൊക്കെയാണ്, കോട്ടൻ്റെ മാത്രമൊന്നുമല്ല, മിക്സ് ഉണ്ട്, റയോൺ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതൽ അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് കോട്ടൺ തന്നെയാണ്. കോട്ടൺ ആണെങ്കിലും വ്യത്യാസമുള്ളതാണ്. ചിലതിൻ്റെ പ്രിൻ്റ് ആണെങ്കിൽ ചിലതിൻ്റെ ഫാബ്രിക് തന്നെ നമുക്ക് തൊടുമ്പോൾ തന്നെ നല്ല സ്മൂത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാം എന്താ പറയുക 1/4 സ്ലീവൊക്കെയാണ് വരുന്നത്. നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ, നല്ല കളർഫുള്ളാണ്, എനിക്കതാണ് ഇഷ്ടം. പിന്നെ ഞങ്ങൾ നോക്കിയപ്പം ഒരു ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള ടൈപ്പ് ഒരു ഓൺലൈൻ സ്റ്റോറാണത്, സാരീസിൻ്റെ. എൻ്റെ കൈ എന്തായാലും അവിടെ എത്തൂലോ. അപ്പം ഞാൻ അവരോട് പറയുന്നു, മഹേശ്വരി കോട്ടൺ ആണല്ലേ ആ കാണുന്ന മഹേശ്വരി കോട്ടൺ സിൽക്ക്. അതുപോലെ അവരുടെ കയ്യിൽ പ്യുവർ സിൽക്ക് അല്ല, സിൽക്ക് തന്നെ ടൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ പണ്ട് അമ്മമാരുടെ കയ്യിലൊക്കെയുള്ള കോട്ട സാരീസ് ഇല്ലേ, ഇപ്പം അത് ഭയങ്കര ട്രെൻഡാണ്, അതൊക്കെ ഉണ്ട്. പിന്നെ കുറേ നല്ല നല്ല കോട്ടൺ മെറ്റീരിയലും ബ്രീത്തബിൾ ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ അവരെനിക്ക് കാണിച്ചു തരാണ്. സാരീസാണ്, അവരൊക്കെ അത് കാണിച്ചു തരാണ്. അപ്പോൾ അത് ഓൺലൈൻ സ്റ്റോറാണ്. അപ്പോൾ ഞാൻ അവരുടെ ഡീറ്റെയിൽസൊക്കെ ഞാനിങ്ങനെ ചോദിച്ചു, എല്ലാം അവരെനിക്ക് നന്നായിട്ട് പറഞ്ഞു തന്നു. എനിക്ക് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കളർഫുൾ ആയിട്ടുള്ളതാണ്, നല്ല രസമാണ്, ഹാൻഡ് പിക്ഡ് ആണ്. പിന്നെ ഞങ്ങൾ പോയത് ഷോപ്പേഴ്സ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇടത്ത് പോയപ്പം ഈ പറഞ്ഞ പോലെ നൈറ്റ് വെയേഴ്സും ഷോർട്സും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നോക്കി, ഇപ്പം അത്യാവശ്യം നല്ല ഓഫർ ഉണ്ട് കേട്ടോ അവിടെ, അത്യാവശ്യം നല്ല ഓഫർ ഉണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ 50% ഓഫിൽ കിടക്കുന്ന സംഭവങ്ങളാണ്. അത്യാവശ്യം നല്ല ക്ലോത്തും കാര്യങ്ങളൊക്കെയാണ്, ഫാബ്രിക്കും ഒക്കെയാണ്. എനിക്കിഷ്ടപ്പെട്ടു. നൈറ്റ് വെയേഴ്സിന് കുറച്ച് അത്യാവശ്യം നല്ല കളക്ഷൻ അവിടെ ഉണ്ടെന്ന് തന്നെ പറയാം. ഓരോന്ന് നോക്കി എന്തൊക്കെ വേണമെന്നൊക്കെ ആലോചിച്ച് ഇരിക്കുകയാണ്. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി. പിന്നെ ഞങ്ങൾ അധികം നേരം നിന്നില്ല, കാരണം ഇന്ന് പോപ്പി അത്യാവശ്യം ഇറങ്ങാൻ നേരത്ത് കുറച്ച് ഒച്ചപ്പാടും ബഹളമൊക്കെ ആയതുകൊണ്ട് തിരിച്ച് വേഗം അങ്ങ് വീട്ടിലേക്ക് എത്താമെന്നുള്ളൊരു മനസ്സിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഒരു കുഞ്ഞ് ഷോപ്പിങ്ങും അതുപോലെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ പുറമാളിൽ നിന്ന് ഇറങ്ങുകയാണ്. നല്ലൊരു ക്ലൗഡി ആയിട്ടുള്ള ക്ലൈമറ്റാണ് ഇന്നത്തെ ദിവസം. പക്ഷെ അതുകൊണ്ട് എന്താ കുറച്ച് ചൂടൊന്നുമില്ല, നല്ലൊരു ഫീലാണ്, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റിയൊരു ഫീലാണ്. മഴയുമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പം എന്തായാലും അടുത്തൊരു വ്ളോഗായിട്ട് വരുന്നവരെ താങ്ക് യു.